റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ബാങ്ക് നിയമങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. RBI ബാങ്കുകൾക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ കീഴിൽ വരുന്ന എല്ലാ പൊതുമേഖലാ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾക്കായിട്ട് നെവർ മിസ്ലീഡ് കസ്റ്റമേഴ്സ് അഥവാ ഉപഭോക്താക്കളെ ഒരു തരത്തിലും തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന ശക്തമായിട്ടുള്ള താക്കീതാണ് RBI ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മിസ്സെല്ലിംഗ് എന്ന പേരിൽ ബാങ്കുകളിൽ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണമാണ് RBI ഈ പുതിയ നിയമം കൊണ്ടുവന്നത്. മിസ്സെല്ലിംഗ് എന്നാൽ ബാങ്കുകളിലെ ജീവനക്കാർക്ക് മാനേജ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വലിയ സെയിൽസ് ടാർഗറ്റുകൾ പൂർത്തിയാക്കുന്നതിനായിട്ട് കസ്റ്റമേഴ്സിന് ഒട്ടും അനുയോജ്യമല്ലാത്ത സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ നിർബന്ധിച്ച് അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന പ്രവണത ഇന്ത്യയിലുടനീളം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഒരു ഉപഭോക്താവ് ബാങ്കിൽ എന്തിനാണോ വന്നത് ആ ആവശ്യം കൃത്യമായി നിറവേറ്റുന്നതിന് പകരം അവരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് സ്കീമുകളോ പ്രോഡക്റ്റുകളോ എടുപ്പിക്കുന്നതാണ് ഇതിന്റെ രീതി. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുകയും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കയ്യിൽ നിന്നും വലിയ തുകകൾ നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. മിസ്സെല്ലിംഗുമായി ബന്ധപ്പെട്ട് RBI നൽകുന്ന കൃത്യമായ നിർവചനം അത് ഉപഭോക്താവിന്റെ പ്രായത്തിനോ ആവശ്യങ്ങൾക്കോ അനുയോജ്യമല്ലാത്ത പ്രോഡക്റ്റ് വിൽക്കുക എന്നതാണ്. ഇതിനു പുറമെ നിക്ഷേപങ്ങളുടെയും പദ്ധതികളുടെയും റിസ്കുകളും ലോക്ക് ഇൻ പീരീഡുകളും മറച്ചുവെച്ചുകൊണ്ട് കേവലം ആകർഷകമായിട്ടുള്ള ലാഭവിഹിതങ്ങൾ മാത്രം നോക്കി തെറ്റായതോ അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്തതോ ആയിട്ടുള്ള വിവരങ്ങൾ തന്നെ നൽകുന്നതും ഈ മിസ്സെല്ലിംഗിന്റെ പരിധിയിൽ വരുന്നു. കൂടാതെ ഉപഭോക്താവിന്റെ കൃത്യമായ സമ്മതമോ ഒപ്പോ ഇല്ലാതെ അവരുടെ അക്കൗണ്ടിൽ നിന്നും പലതരത്തിലുള്ള ഇൻഷുറൻസ് പ്രീമിയങ്ങളോ തേർഡ് പാർട്ടി സർവീസുകളുടെ ചാർജുകളോ ഡിഡക്ട് ചെയ്യുന്നതും നിയമവിരുദ്ധമായിട്ടുള്ള മിസ്സെല്ലിംഗ് തന്നെയാണ്. ഒരു ബാങ്ക് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുവഴി മിസ്സെല്ലിംഗ് നടത്തുകയും ചെയ്തു എന്ന് തെളിഞ്ഞാൽ വലിയ പിഴയായിരിക്കും ബാങ്കുകൾ കൊടുക്കേണ്ടി വരിക. കസ്റ്റമർക്ക് നഷ്ടപ്പെട്ട മുഴുവൻ തുകയും കൃത്യമായ പലിശ നിരക്കോടെ തിരികെ നൽകാനായിട്ട് ബാങ്ക് ബാധ്യസ്ഥരാണ്. ഇത് കൂടാതെ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം തട്ടിപ്പ് കാരണം ഉപഭോക്താവിനുണ്ടായ സാമ്പത്തിക നഷ്ടത്തിനും മാനസിക പ്രയാസങ്ങൾക്കും കൃത്യമായ നഷ്ടപരിഹാരം കൂടി ബാങ്ക് നൽകേണ്ടി വരും. ഉപഭോക്താവിന് ഇത്തരത്തിൽ തട്ടിപ്പ് നേരിട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ബാങ്കിന്റെ നോഡൽ ഓഫീസർക്ക് പരാതി നൽകുക. പരാതി നൽകി 30 ദിവസത്തിനകം ബാങ്കിന്റെ ഭാഗത്തു നിന്നും മറുപടിയോ പരിഹാരമോ ലഭിച്ചില്ലെങ്കിൽ RBIയുടെ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ അദ്ദേഹത്തിന് സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ RBIയുടെ പോർട്ടലായിട്ടുള്ള CMS കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയോ ഓൺലൈനായിട്ട് പരാതി ഫയൽ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.